അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കമ്മിലിൽ ജദ്വല, ഇവിടെയുള്ള കള്ളികൾ പൂർത്തിയാക്കുക എന്നതാണ്. ഇവിടെ മുഫ്രദ്, ലമീർ, മുസന്ന, ലമീർ, ജംഅ്, ലമീർ. ഇവിടെ നമുക്ക് ഓരോ പദത്തിൻ്റെയും ലമീർ എന്താണ്, അഥവാ മുഫ്രദിൻ്റെ ലമീർ, തസ്നിയുടെ ലമീർ, ജംഇൻ്റെ ലമീർ, ഇവകൾ നമുക്ക് നൽകുക, പൂരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നളർത്ത അൻത എന്നാണ്, നസർത്തി അൻതി എന്നാണ്, ജലസ ഹുവ എന്നാണ്, ഫഅലത്ത് ഹിയ എന്നാണ്. നളർത്തുമ അൻതുമ എന്നാണ്, നസർത്തുമ അൻതുമ, ജലസ ഹുമ, ഫഅലത ഹുമ. നളർത്തും അൻതും, നസർത്തുന്ന അൻതുന്ന, ജലസു ഹും, ഫഅൽന ഹുന്ന. ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് തമ്മീം അഥവാ പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1. അൽ ഹർഫു ലഫ്ലുൻ ലൈസ ലഹു മഅനൻ ഇല്ലാ മഅ ഗൈരിഹി. ചോദ്യം 2. അൽഫാദുൽ ലുഗത്തിൽ അറബിയ്യത്തി സലാസത്തു അഖ്സാമിൻ ഫഖത്ത്. ഒന്നാമത്തെ ചോദ്യം, അൽ ഹർഫു, ഹർഫു എന്നാൽ ലഫ്ലുൻ, അതൊരു പദമാണ്, ലൈസലഹു മഅനൻ ഇല്ലാ മഅ ഗൈരിഹി, മറ്റൊന്ന് കൂടെ അല്ലാതെ അതിന് അർത്ഥമുണ്ടാവുകയില്ല, അതിനെയാണ് ഹർഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, അൽഫാദുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ അൽഫാദുകൾ സലാസത്തു അഖ്സാമിൻ ഫഖത്ത്, 3 ഇനങ്ങൾ മാത്രമാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യം, ഇദാ ദുക്കിറൽ ഫായിലു മഅൽ ഫിഅലി യുസമ്മ മഅറൂഫൻ. ഒരു ഫിഅലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയപ്പെടും. ചോദ്യം 4. അൽ ഫിഅലുൽ മാദി ലഹു 14 സിഗ. ഒരു മാദിയായ ഫിഅലിന് 14 പദങ്ങളുണ്ട്, വാചകങ്ങളുണ്ട്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. അൽ ഇസ്മു, ഇസ്മു എന്നാൽ എന്താണ്? ഉത്തരം, ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ. തനിച്ച നിലയിൽ അർത്ഥമുള്ള പദവും കാലത്തിൻ്റെ മേലിൽ അറിയിക്കാത്തതുമാണ് ഇസ്മു. ചോദ്യം 2. അൽ കലാം, കലാം എന്നാൽ എന്താണ്? ഉത്തരം, ഹുവ ലഫ്ലുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സുനു അസ്സുകൂത്തു അലൈഹ. ഒരു ഗുണമുള്ള ഒരു പദമാണ്, അതിൽ അടക്കം എന്താണ്? നന്നാണ്. അങ്ങനെയുള്ള ഒന്നിനെയാണ് കലാം അഥവാ സംസാരം എന്ന് പറയുന്നത്. ചോദ്യം 3. അൽ ഫിഅലുൽ മാദി അൽ മുസ്ബത്ത്, മാദി മുസ്ബത്ത് ഫിഅൽ എന്നാൽ എന്താണ്? ഉത്തരം, ഫിഅലുൻ യദുല്ലു അലാ തിൽക്കൽ ഫിഅലുൻ യദുല്ലു അലാ വഖൂഇ അംരിൻ ഫി സമാനിൽ മാദി. കഴിഞ്ഞ കാലത്തിൻ്റെ കൽപ്പനയുടെ മേലിൽ, സംഭവിച്ചതിൻ്റെ മേലിൽ അറിയിക്കുന്നതാണ്. ഫിഅലുൻ, അതൊരു ഫിഅലാണ്, യദുല്ലു അലാ വഖൂഇ അംരിൻ, ഒരു കൽപ്പന സംഭവിച്ചു എന്നതിൻ്റെ മേലിൽ അറിയിക്കുന്ന ഫിഅലാണ്. ഫി സമാനിൽ മാദി, കഴിഞ്ഞ കാലത്ത്. ചോദ്യം 5ാമത്തെ ഭാഗം, ഉക്തുബിൽ അൽഫാദ ലിഹാദിൽ അഫ്ആൽ. താഴെ കൊടുത്ത ഫിഅലുകൾക്ക് അതിൻ്റെ അൽഫാദുകൾ എഴുതുക. ചോദ്യം 1. ഫഅൽതുന്ന. ഉത്തരം, അൽ ജംഉൽ മുഅന്നസുൽ ഹാദിറു മിനൽ ഫിഅലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബത്ത്. ചോദ്യം 2. ഫഅൽതു.
ഉത്തരം അൽ മുതകല്ലിമുൽ വാഹിദു മിനൽ ഫിഅലിൽ മാദി അൽ മഅറൂഫി അൽ മുസ്ബത്തി ലഹു. ചോദ്യം 3. വസൽന ഇതിൻ്റെ സിഗയാണ് ജംഉൽ മുതകല്ലിമി മിനൽ ഫിഅലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബത്തി. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം റത്തിബ് ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഡിസോർഡറിൽ നൽകിയതിന് ഓർഡറിലാക്കി മാറ്റണം. നമുക്കതിൻ്റെ ശരിയായ രൂപം തന്നെ നോക്കാം. ബിതാ ഫഅൽതി വ അതത് വ യഫഅലി വനൂനി അഖ്ബിയന്ന ഫിഅലുൻ യൻജലി. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ്. ചോദ്യം 1. സുമ്മ സഅലൽ വാലിദു ഹൽ കതബ്തുമുൽ വാജിബാത്തിൽ മൻസിലിയ ഖാലു നഅം കതബ്ന വദറസ്ന. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. പിന്നീട് പിതാവ് ചോദിച്ചു, നിങ്ങളെല്ലാവരും ഹോംവർക്ക് എഴുതിയോ? അവർ എല്ലാവരും പറഞ്ഞു, അതെ, ഞങ്ങൾ എഴുതുകയും വായിക്കുകയും ചെയ്തു. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.